സ്വാഗതം ഇന്ത്യ വേഴ്സസ് എൻ ഡി എയിലേക്ക് ഒരിക്കൽ കൂടി. ഇത് കർണാടകയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആകെ 28 ലോക്സഭാ സീറ്റുകൾ. അതിൽ 14 സീറ്റിൽ ഏപ്രിൽ 26 പോളിംഗ് കഴിഞ്ഞു. ബാക്കി 14 സീറ്റിൽ മെയ് 7 പോളിംഗ് നടക്കാനിരിക്കുകയാണ്. എൻ ഡി എക്ക് 400 സീറ്റിലധികം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്ന് മോദി പ്രഖ്യാപിക്കുമ്പോൾ അതിലേക്ക് വലിയ സംഭാവന നൽകുന്നൊരു സംസ്ഥാനമായി കർണാടകയെ BJP കാണുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയത്തിലേക്ക് വലിയ സംഭാവന ചെയ്യുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനവുമാണ് കർണാടക. കുറഞ്ഞത് BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുന്നത് തടയാൻ പാകത്തുള്ള ജനവിധി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് 2024 കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. 2019 28-ൽ 25 സീറ്റും BJPക്കായിരുന്നു. ഒരു സീറ്റിൽ BJP പിന്തുണച്ച സ്വതന്ത്രയും. മാണ്ഡ്യയിൽ സുമലതയാണ് വിജയിച്ചത്. കോൺഗ്രസും JDSും ഈ സഖ്യത്തിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. കോൺഗ്രസ് JDS സഖ്യമായിരുന്നു BJPയെ നേരിട്ടത്. രണ്ട് പാർട്ടിയും ഓരോ സീറ്റിലാണ് വിജയിച്ചത്. ഇക്കുറി 2024 ആകുമ്പോൾ BJPയും JDSുമാണ് സഖ്യത്തിലുള്ളത്. BJP 25 സീറ്റിൽ മത്സരിക്കുന്നു, JDS 3 സീറ്റിൽ മത്സരിക്കുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് 28 സീറ്റിലും മത്സരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആകെയുള്ള 28 സീറ്റിൽ 14 സീറ്റിൽ ഏപ്രിൽ 26 വോട്ടെടുപ്പ് കഴിഞ്ഞു. ബാക്കി 14 സീറ്റിൽ മെയ് 7 വോട്ടെടുപ്പ് നടക്കും. ആദ്യഘട്ടത്തിൽ, അതായത് ഏപ്രിൽ 26 നടന്ന പോളിംഗിൽ വോട്ടെടുപ്പിൽ 70% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2019 താരതമ്യം ചെയ്താൽ ഏതാണ്ട് 1% വർധന. ബംഗളൂരു നഗരവുമായി ബന്ധപ്പെട്ട സീറ്റുകളിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 50-നും 60-നും ഇടയ്ക്ക് ശതമാനം മാത്രമാണ് പോളിംഗ്. നമുക്ക് ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞ 14 സീറ്റിലെ സ്ഥിതി എന്തെന്ന് ആദ്യം പരിശോധിച്ച് പോകാം. കഴിഞ്ഞ തവണത്തെ അതേ നില ആവർത്തിക്കുമോ? കഴിഞ്ഞ തവണ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന JDS ഇക്കുറി BJPക്ക് ഒപ്പം എന്നത് NDAക്ക് വലിയ പ്രയോജനം ചെയ്യുമോ? നമുക്കൊപ്പം ഉള്ളത് AVS നമ്പൂതിരിയാണ്. അദ്ദേഹം ഡെക്കാൻ ഹെറാൾഡിൻ്റെ മുൻ എഡിറ്ററാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് അദ്ദേഹം. സ്വാഗതം ശ്രീ AVS നമ്പൂതിരി ഈ സ്പെഷ്യൽ ഇലക്ഷൻ ഷോയിലേക്ക്. എന്ത് തോന്നുന്നു, ഈ കഴിഞ്ഞ ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് കഴിഞ്ഞ 14 സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അതേ നിലവാരം തന്നെ ആയിരിക്കുമോ ഇത്തവണയും? ഒന്നാമത് ഇത് കർണാടകത്തിലുള്ളത് NDA വേഴ്സസ് ഇന്ത്യ അലയൻസ് അല്ല. ഇന്ത്യ ഇല്ല ഇവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് വേഴ്സസ് NDA എന്ന് പറയാം. ഈ കഴിഞ്ഞ 14 സീറ്റുകളിലെ ഫലം ഇതിന് മുമ്പുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുമോ എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമാവാൻ വഴിയുണ്ട്. പക്ഷെ അത് NDAക്ക് കൂടുതൽ ഫലം ചെയ്യുമോ, ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. കാരണം NDAക്ക് ഏതാണ്ട് മാക്സിമം തന്നെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ. ഒരു സീറ്റ് ഒഴിച്ച് ഇപ്പോൾ ഉള്ള 14 സീറ്റിലെ ഒരു സീറ്റ്, അതായത് ബാംഗ്ലൂർ റൂറലിലെ DK ശിവകുമാറിൻ്റെ തന്നെ DK സുരേഷ് ജയിച്ച ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ 13 സീറ്റുകളും NDAയുടെ കീഴിൽ തന്നെയായിരുന്നു. JDS BJPയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇനി അതിനേക്കാൾ കൂടുതൽ NDAക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടുകയില്ല എന്ന് തന്നെ പറയണം. കാരണം ഒരു സീറ്റ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ള ഒരു സീറ്റ് തിരിച്ചെടുക്കാൻ ആ സീറ്റ് എവിടെയാണെങ്കിൽ തന്നെയും അത് NDAക്ക് കഴിയുകയില്ല എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസ്സിന് ഈ 13 സീറ്റുകൾ NDAയുടെ കൂടെ ഉള്ളതിൽ നിന്ന് ചില സീറ്റുകൾ കിട്ടാൻ സാധ്യതയും ഉണ്ട്. പ്രത്യേകിച്ചും ഇലക്ഷൻ ട്രെൻഡ്സ് ഏതാണ്ട് അതൊക്കെയാണ് കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ചില ട്രെൻഡ്സ് നോക്കിയാൽ കോൺഗ്രസിൻ്റെ നില കഴിഞ്ഞ ഇലക്ഷനേക്കാളും കുറച്ചുകൂടി ഭേദമാവാനാണ് സാധ്യത. NDAയിൽ ഇപ്പോൾ JDS മത്സരിക്കുന്ന 3 സീറ്റുകൾ ഹാസൻ, മാണ്ഡ്യ, കോലാർ. ഈ സീറ്റുകളിൽ ഈ ജനുവരി 26-ന് വോട്ടെടുപ്പ് കഴിഞ്ഞു. ഈ വൊക്കലിക വോട്ട് ബാങ്ക് പൂർണ്ണമായി നിലനിർത്താൻ ഇക്കുറി JDSന് കഴിയുമോ? BJPയുമായി ഉണ്ടാക്കിയ സഖ്യം അവരെ സഹായിക്കുമോ? ഈ 3 സീറ്റുകൾ JDS മത്സരിക്കുന്ന ഈ 3 സീറ്റുകൾ അത് എത്രത്തോളം JDSനെ സംബന്ധിച്ച് സുരക്ഷിതമാണ്? ഈ 3 സീറ്റുകളിൽ ഒരു സീറ്റ്, അതായത് മാണ്ഡ്യ സീറ്റ്, ആ സീറ്റ് ഉറപ്പായിട്ടും JDSൻ്റെ കയ്യിൽ തന്നെ നിൽക്കും. മറ്റ് 2 സീറ്റുകളുടെ കാര്യം അത്രയ്ക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഹാസൻ സീറ്റിനെ കുറിച്ച് ഈയിടെ 2 ദിവസമായിട്ടുണ്ടായിരിക്കുന്ന ചില കോൺട്രവേഴ്സികളെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയെ
JDS സ്ഥാനാർത്ഥി ദേവഗൗഡയുടെ ഗ്രാൻഡ് സണാണ് പ്രജ്വൽ രേവണ്ണ. അദ്ദേഹം വലിയ ഒരു കോൺട്രവേഴ്സിയിൽ പെട്ടു നിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ തന്നെ ചില വോട്ടുകൾ, കുറച്ച് വോട്ടുകൾ ഒരുപക്ഷെ ഹാസിനിൽ നഷ്ടപ്പെടാൻ വഴിയുണ്ട്. അത് എത്രയ്ക്ക് ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. അത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള ചില ഒബ്സീനായിട്ടുള്ള ചില വീഡിയോസ് പ്രചരിച്ചു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അത് ഇലക്ഷന് 2 ദിവസം മുമ്പാണ്. അത് എത്രയ്ക്ക് പ്രചരിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, എത്രയ്ക്ക് അതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിലെന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ചും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഹാസൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇതേവരെ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയ്ക്ക് വോട്ടിംഗ് ഉണ്ടായിരുന്നു. 82%. ഇതിനു മുമ്പ് ഒരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല. അതിൽ തന്നെ നോക്കേണ്ട സ്ത്രീകളാണ് കൂടുതൽ. ഒരിക്കലും അതുപോലെ ഉണ്ടായിട്ടില്ല. സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ വോട്ട് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ വീഡിയോ പ്രചരിച്ചത് കൊണ്ട് സ്ത്രീകൾക്ക് അത് കൂടുതൽ, അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതൽ പ്രോക്ഡായിട്ട് വോട്ട് ചെയ്തതാണോ, അതോ സാധാരണ രീതിയിൽ അതായത് ഫാമിലി സീറ്റായിട്ടാണ് അത് കരുതുന്നത്. പ്രത്യേകിച്ചും രേവണ്ണ സൈഡ്, ദേവഗൗഡയുടെ ഫാമിലിയിലെ ദേവണ്ണ ഗ്രൂപ്പിനെ കുറിച്ച് പൊതുവെ ഒരു അത്ര നല്ല ഇംപ്രഷൻ അല്ല, അത്ര പോപ്പുലാരിറ്റി ഉള്ള ഗ്രൂപ്പ് അല്ല. കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ തന്നെ കഷ്ടിച്ച് ജയിച്ചു എന്നേ പറയാൻ പാടുള്ളൂ. ഇത്തവണ അവിടെ വലിയ മത്സരവുമാണ് നടക്കുന്നത്. കാരണം അവിടുത്തെ ട്രഡീഷണലായിട്ട് ദേവഗൗഡ ഫാമിലിക്ക് എതിരായിട്ട് നിന്ന് മത്സരിച്ചിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ള ഒരാൾ തന്നെയാണ് നിൽക്കുന്നത്. അവിടുത്തെ ബി ജെ പി ഘടകം മൊത്തമായിട്ടും പ്രജ്വൽ രേവണ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരായിരുന്നു. ഇതുകൊണ്ടൊക്കെയുള്ള ചില വിഷമങ്ങൾ JDS ഉണ്ടായേക്കാം. അതുകൊണ്ട് ആ സീറ്റ് ഉറപ്പിക്കാൻ പാടില്ല. കോളാറിൻ്റെ കാര്യം അത്രയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം കോളാറിൽ 2 ഭാഗത്തിൻ്റെ വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന്, കോളാറിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലും JDS സ്ഥാനാർത്ഥിത്വത്തിലും രണ്ടിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് കൂട്ടർക്കും ഡിസിഡൻസ് എന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതെങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സീറ്റ്, ഈ 3 സീറ്റുകളിൽ ഒരു ഉറപ്പ്, ഒരു സീറ്റ് എങ്ങനെയായാലും മാണ്ഡ്യയിലെ സീറ്റ് JDS ഉറപ്പാണ്. റൈറ്റ്. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയ്ക്കയുടെ വീഡിയോ പുറത്തു വന്നത് വലിയ തോതിലുള്ള, അത് ഇലക്ഷൻ തൊട്ടുമുമ്പാണ് പുറത്തു വന്നത്. അത് ഒരുപക്ഷേ ആ വോട്ടിങ്ങിനെ സ്വാധീനിച്ചേക്കാം. അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ, അതായത് BJP-യിൽ നിന്ന് തന്നെ ഇതിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ JDS-നെതിരായ വിമർശനം വരുന്നു. ഈ വീഡിയോ നേരത്തെ തന്നെ BJP നേതാവിൻ്റെ കയ്യിൽ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇനി വരാനിരിക്കുന്ന 14 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിനെ ഇത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? JDS സഖ്യം BJP-യെ സഹായിക്കുമോ, അതോ ഇപ്പോൾ ഉണ്ടായ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ ആ സഖ്യത്തിൻ്റെ സാധ്യതകളെ കുറേയൊക്കെ കുറയ്ക്കുകയാണോ ചെയ്യുക? കുറയ്ക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനിയുള്ള 14 സീറ്റുകൾ തന്നെ നോർത്തേൺ കർണാടകയിലെ സീറ്റുകളാണ്. അതെല്ലാം BJP-യുടെ ശക്തി കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടുന്ന സീറ്റുകളാണ്. അവിടെ ഈ അലയൻസ് കൊണ്ടൊരു ഗുണം BJPക്ക് ഉണ്ടാവുന്നത് ഓരോ സീറ്റിലും ഒരുപക്ഷെ 1 ലക്ഷം 1.5 ലക്ഷം വോട്ടുകൾ ഒക്കലിക സമുദായത്തിൻ്റെതായിട്ട് ഉണ്ടാകും. ആ വോട്ടുകൾ കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് BJP-യെ സംബന്ധിച്ചോളം വടക്കൻ കർണാടകത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ്. അത് എത്രയ്ക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വീഡിയോയുടെ സ്വാധീനം വടക്കൻ കർണാടകത്തിൽ വളരെ ഉണ്ടാവാൻ വഴിയില്ല. മധ്യ കർണാടകയിലുള്ള 2 സീറ്റ്, അതായത് ഷിമോഗയിലും ഒരുപക്ഷെ ദാവൺഗരയിൽ, ഈ 2 സീറ്റുകളിൽ ഒരുപക്ഷെ ഇതുകൊണ്ട് കുറച്ച് സ്വാധീനം ഉണ്ടാകും. വടക്കൻ കർണാടകത്തിൽ അത്രയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെയുള്ള ഇലക്ഷൻ ഇഷ്യൂസ് തന്നെ വളരെ വ്യത്യസ്തമാണ്. തെക്കൻ കർണാടകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായ ഒരു കൾച്ചറും വ്യത്യസ്തമായ സാമൂഹ്യ സാമ്പത്തിക രീതികളുമുള്ള സ്ഥലമാണ്. വളരെയധികം പോവർട്ടിയും വിഷമവും മഴയിലായതുകൊണ്ട് ഇപ്പോൾ വരൾച്ച കൊണ്ടുള്ള വിഷമങ്ങളും ഇതെല്ലാം അനുഭവിക്കുന്ന മണ്ഡലങ്ങളാണ് അത് മുഴുവൻ. അവിടെ അതെല്ലാമാണ് അവിടുത്തെ ഇലക്ഷൻ ഇഷ്യൂസ് ആവുക. മറ്റൊന്ന് കാസ്റ്റ് വലിയ ജാതി. അവിടെ വടക്കൻ കർണാടകത്തിൽ ജാതി വലിയൊരു
ഘടകമാണ് ഇലക്ഷനിൽ, തെക്കൻ കർണാടകത്തിനേക്കാൾ കൂടുതലായിട്ട്. ഈ രണ്ട് ഘടകങ്ങളും, അതായത് സാമ്പത്തിക അവസ്ഥകളും ജാതിയും, ഈ രണ്ട് ഘടകങ്ങളാണ് അവിടുത്തെ ഇലക്ഷനിൽ വളരെ സ്വാധീനിച്ചെടുക്കുക. ഈ പ്രജ്വൽ ദേവണ്ണയുടെ പ്രശ്നം അത്രയ്ക്ക് വലിയൊരു പ്രശ്നം ആകാനായിട്ട് അവിടെ വഴിയില്ല. റൈറ്റ്. ഇപ്പോൾ സാറ് ഈ വൊക്കലിഗ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് സൂചിപ്പിച്ചു. JDSന്റെ ഒരു പരമ്പരാഗത വോട്ട് ബാങ്കായിട്ട് കരുതപ്പെടുന്നതാണ് ഈ വൊക്കലിഗ കമ്മ്യൂണിറ്റി. ഈ വൊക്കലിഗ കമ്മ്യൂണിറ്റി ഇപ്പോഴും പൂർണ്ണമായും JDSന്റെ ഒരു വോട്ട് ബാങ്കായി തുടരുന്നുണ്ടോ, അതോ അത് കോൺഗ്രസിനും BJPക്കും ഇടയിൽ കുറേയൊക്കെ ഭിന്നിച്ചു പോയിട്ടുണ്ടോ? ഭിന്നിച്ചു പോയിട്ടുണ്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ ഇലക്ഷനോടുകൂടി. കഴിഞ്ഞ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനിൽ JDSന് 13% വോട്ടാണ് കിട്ടിയത്. അതിനും സാധാരണ അവർക്കൊരു 20% വരെ വോട്ട് സാധാരണ രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിൽ നിന്നൊരു 7% കുറഞ്ഞു. 7% കുറയാതെ വലിയ കുറവാണ്. അതിൽ കുറേ ഭാഗം മുസ്ലിങ്ങളുടെ വോട്ടാണ്. ബാക്കി ഭാഗം കുറച്ച് ഒക്കലികമാരുടെ തന്നെ വോട്ടുകൾ പോയിട്ടുണ്ടേക്കാം എന്നൊരു സംശയമുണ്ട്. അതിനൊരു കാരണം കോൺഗ്രസിലെ DK ശിവകുമാറാണ്. DK ശിവകുമാർ ഒക്കലിക നേതാവാണ്. അദ്ദേഹം രാളുകളുടെ ഫാമിലിയായിട്ട് പണ്ടേ എതിർപ്പുള്ള ഒരു ഫിഗറാണ്. കോൺഗ്രസിൻ്റെ ഇവിടുത്തെ സംഘടനാ നേതാവാണ്, സ്റ്റേറ്റ് പാർട്ടി പ്രസിഡൻ്റാണ്. അദ്ദേഹം വഴിക്ക്, DK ശിവകുമാർ വഴിക്ക് കുറേ ഒക്കലിക വോട്ടുകൾ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ വോട്ടുകൾ BJPക്കും പോയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ BJPയും വളരെ കാലമായിട്ട് ഒക്കലിക വോട്ടുകൾ കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പലതും ചെയ്തിട്ടുമുണ്ട്. കാരണം BJPയുടെ ഇപ്പോഴുള്ള ശക്തി പറഞ്ഞാൽ ലിംഗായത്ത് വോട്ടുകളാണ്. അത് പക്ഷേ വളരെ ലിമിറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ആയതുകൊണ്ട് ഒക്കലിക വോട്ടുകൾ കൂടി വേണം എന്നുള്ള രീതി, അതിനു വേണ്ടിയിട്ടുള്ള പല പോളിസികളും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും BJP ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വോട്ടുകൾ BJPക്കും ഒക്കലിക സമുദായത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ ശക്തിക്ഷയം കൊണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു ശക്തി വേണം, തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ശക്തി വേണം എന്നുള്ളത് കൊണ്ടാണ് BJPയുമായിട്ട് JDS സഖ്യത്തിന് ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ പാർട്ടിക്ക് തന്നെ അതിനെക്കുറിച്ചൊരു ബോധമുണ്ട്. കാരണം അടുത്ത കർണാടകത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഇതേവരെയുള്ള ചരിത്രം നോക്കിയാൽ ഒരുപക്ഷെ JDSന് അടുത്ത ഒരു 10-15 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കാൻ തന്നെ സാധ്യതയില്ലാത്തൊരവസ്ഥ വരും. പ്രത്യേകിച്ചും ഈ ഫാമിലിയിലെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ JDSന് ഒരു പാർട്ടിയായിട്ട് ഇവിടെ നിലനിൽക്കാൻ തന്നെ വിഷമമാണ്. പ്രത്യേകിച്ചും അതറിയാം, ഈ തേർഡ് ജനറേഷനായിട്ടുള്ള നേതാക്കന്മാരുടെ അവസ്ഥ തന്നെ അറിയാം. പ്രജ്വൽ ദേവണ്ണയുടെ അവസ്ഥ അറിയാമല്ലോ. ഈ ഫാമിലിയുടെ തേർഡ് ജനറേഷനിൽ അവർക്ക് നേതാക്കന്മാരില്ല. പുറത്തുള്ള ഫാമിലിയിൽ നിന്ന് പുറത്തുള്ള ഒരു നേതാവിനെ വരാൻ സമ്മതിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആ പാർട്ടിക്ക് ഭാവി തന്നെ ചുരുക്കമാണ്. അത് ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് എന്നാൽ തൽക്കാലത്തേക്ക് ഒരു അലയൻസ് കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ദേവഗൗഡ BJPയുമായിട്ടുള്ള ഈ അലയൻസിന് മുതിർന്നത് തന്നെ. ഇത് ജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേന്ദ്രത്തിൽ മന്ത്രിയാകാം, ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ വഴിയുണ്ട്. കാരണം NDA ആണ്, നാഷണൽ ലെവലിൽ NDA ആണ് ജയിക്കുക എന്നുള്ളതിന് അതാണ്ട് സംശയമില്ല എല്ലാവർക്കും. അങ്ങനെ വന്നാൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടും. അത് മാത്രവുമല്ല, കർണാടകത്തിലെ തന്നെ മന്ത്രിസഭയുടെ പ്രശ്നവും അതോടെ വരും. കാരണം കേന്ദ്രത്തിൽ ഒരു NDA ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ കർണാടകത്തിലെ ഇപ്പോഴുള്ള സിദ്ധരാമയ്യയുടെ മന്ത്രിസഭയ്ക്ക് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാവാൻ വഴിയുണ്ട്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ BJPയും JDSും കൂടിയിട്ട് ഇവിടെ ഒരു ഗവൺമെൻറ് സ്റ്റേറ്റിൽ ഉണ്ടാക്കാം എന്ന് തന്നെ JDS ആലോചന ഉണ്ടാവും. ഇങ്ങനെയുള്ള ആലോചനകളാണ് BJPയുമായിട്ടുള്ള അലയൻസിൻ്റെ അടിയിൽ നിൽക്കുന്നത്. ഇതപ്പം കോൺഗ്രസിൻ്റെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ 2014 9 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ 2019 എത്തുമ്പോൾ അത് 1 സീറ്റായിട്ട് കുറഞ്ഞു കോൺഗ്രസിന്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ കോൺഗ്രസിന് സാധിച്ചു. ഈ സിദ്ധരാമയ്യ സർക്കാർ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പലതും നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇത് ഏറ്റവും അധികം പ്രയോജനപ്പെട്ടിരിക്കുന്നത് സ്ത്രീകൾക്കാണ് എന്നൊരു വിലയിരുത്തലുമുണ്ട്. ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏതെങ്കിലും വിധത്തിൽ ഗുണം
ചെയ്യാൻ സാധ്യതയുണ്ടോ? ചെയ്തേക്കും, ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഹാസൻ മണ്ഡലത്തിലെ വോട്ട് ശതമാനം കൂടിയത്, അതിൽ സ്ത്രീകളാണ് കൂടുതൽ വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞല്ലോ. അതിനുള്ള ഒരു കാരണം, ഈ വീഡിയോയുടെ കാരണം അല്ലാതെ ഒരു കാരണം വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് സിദ്ധരാമയ്യ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടികൾ സ്ത്രീകൾക്ക് ബെനിഫിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതൊരു കാരണമായിട്ട് തന്നെ എടുക്കണം. കാരണം ധാരാളം സ്ത്രീകൾക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ള പല ഗ്യാരണ്ടികളുമുണ്ട്. അത് സ്ത്രീകളെ സഹായിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു ഗുഡ് വിൽ സിദ്ധരാമയ്യ ഗവൺമെൻറ്റിനുണ്ട്. അത് പലയിടത്തും ഉണ്ടായേക്കും. അത് ടാപ്പ് ചെയ്യാൻ സിദ്ധരാമയ്യ ഗവൺമെൻറ്റിന് കഴിയും എന്ന് തന്നെ വിചാരിക്കണം. ഇത് ഇവിടെ മാത്രമല്ല, ബി ജെ പിക്കുള്ള ശക്തിയുള്ള മറ്റു സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് വടക്കൻ കർണാടകത്തിൽ ഒരുപക്ഷെ സംഭവിക്കാം. കാരണം വടക്കൻ കർണാടകത്തിൽ ദാരിദ്ര്യം വളരെയുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് സിദ്ധരാമയ്യ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടികൾ വളരെ ജനങ്ങൾക്ക് സഹായം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിനെ സഹായിക്കുക, ഇത് എത്രയ്ക്ക് സഹായിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അത് ഒട്ടും സഹായിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. റൈറ്റ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി, അതായത് അതിനു മുമ്പുള്ള ബി ജെ പി സർക്കാരിൻ്റെ വർഗീയ അജണ്ടകളെ വളരെ തുറന്ന് എതിർത്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രചാരണം നടത്തിയത്. അധികാരത്തിൽ വന്നപ്പോൾ പലതും തിരുത്താനും സിദ്ധരാമയ്യ സർക്കാർ തയ്യാറായത്. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിൽ എൻബ്ലോക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു സാധ്യത ഇത് കൂട്ടിയിട്ടുണ്ട്. ഇത് എത്രത്തോളം നിർണായകമാണ് കർണാടകയിലെ കുറി? കുറച്ച് നിർണായകമാവും. കാരണം ന്യൂനപക്ഷ വോട്ടുകൾക്ക്, ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മുസ്ലിം വോട്ടുകളാണ്, കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ. അതായത് കോസ്റ്റൽ ഏരിയയിലുള്ള കുറച്ച് ബാംഗ്ലൂർ ഭാഗങ്ങളിലുള്ള കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും, പിന്നെ ബാംഗ്ലൂർ അർബൻ സെൻറ്റേഴ്സിൽ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ഇത് രണ്ടുമാണ് മൈനോറിറ്റി വോട്ട്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും നേരത്തെ തന്നെ കോൺഗ്രസിന് ഉള്ളതാണ്. കാരണം ബി ജെ പിക്ക് ഒരിക്കലും അത് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ബൊമ്മൈ ഗവൺമെൻറ്റിൻ്റെ 2023 വരെ ഉണ്ടായിരുന്ന ബൊമ്മൈ ഗവൺമെൻറ്റിൻ്റെ വളരെ കമ്മ്യൂണലായിട്ടുള്ള, വളരെ വർഗീയമായിട്ടുള്ള പല പോളിസികളും കൂടുതലും മൈനോറിറ്റികളെ ബി ജെ പിയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് ആണ് രാഷ്ട്രീയമായിട്ട് തങ്ങൾക്കുള്ള ഒരു അഭയം എന്ന സെൻസ് മൈനോറിറ്റികൾക്ക്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും നല്ലോണം ഉണ്ട്. അത് മാത്രവുമല്ല, ഈ ഇലക്ഷനിൽ പ്രത്യേകിച്ചും അത് കൂടുതലായിട്ട് വരും. കാരണം കഴിഞ്ഞ ഏതാനും ഈ പ്രചരണത്തിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദി ഇവിടെ വരുമ്പോൾ തന്നെ വർഗീയമായിട്ടുള്ള സംസാരമാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് പ്രചരണത്തിന്. അത് കൂടുതലായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതുമായിരുന്നു. അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സഹായിക്കും. കാരണം അതിനൊരു വേറൊരു ഘടകമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് തന്നെ ഇവിടുത്തെ ബി ജെ പിയുടെ അവസ്ഥയെക്കുറിച്ച് നല്ല നിശ്ചയമില്ല എന്നാണ് ഒരുപക്ഷെ കരുതേണ്ടത്. കാരണം അങ്ങനെയുള്ളൊരു വർഗീയ അജണ്ട ഇവിടെ പറയാൻ കാരണം, ഇവിടുത്തെ ബി ജെ പിക്ക് ഒരു വർഗീയമായ അടിസ്ഥാനം ഉണ്ട് എന്ന് പ്രധാനമന്ത്രി കരുതുന്നതാവണം. അത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇവിടുത്തെ ബി ജെ പിക്ക് വർഗീയമായ അടിത്തറ അല്ല ഉള്ളത്. ഇവിടുത്തെ ബി ജെ പിക്ക് ജാതീയമായ അടിത്തറയാണ്. ഇപ്പോൾ ആകെ കൂടി ഇവിടെയുള്ള മൊത്തം സ്റ്റേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ദക്ഷിണ കർണാടക ഭാഗത്ത്, മാംഗ്ലൂർ ഭാഗത്ത് പണ്ടത്തെ RSS സ്വാധീനമുള്ള ചില സ്ഥലങ്ങളിൽ അത് ഇവിടുത്തെ ബി ജെ പിയുടെ ലാബറട്ടറി ആയിട്ട് വരികയാണ് കൂട്ടുന്നത്. ആ ഒരു കുറച്ച് ഏരിയകൾ, പ്രത്യേകിച്ചും മാംഗ്ലൂർ ഭാഗത്തുള്ള ദക്ഷിണ കർണാടക ഏരിയ, കുറച്ച് ഉടുപ്പി, ആ ഭാഗങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഭാഗങ്ങളിലൊന്നും ഐഡിയോളജിക്കലായിട്ട് ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വോട്ടയല്ല നമ്മൾ കാണുക. അതായത് വർഗീയമായിട്ടുള്ള, അതായത് ഈ RSSൻ്റെയോ ബി ജെ പിയുടെയോ ഐഡിയോളജിയിൽ വിശ്വസിച്ച് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നതല്ല. ഇവിടുത്തെ ബി ജെ പി വളരാൻ കാരണം യെഡിയൂരപ്പയാണ്. യെഡിയൂരപ്പ ലിംഗായത്താണ്. ലിംഗായത്ത് സമുദായം ബി ജെ പിയുടെ കൂടെ ചേർന്നത് ബി ജെ പിയുടെ അജണ്ടയെ, അതായത് ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടല്ല. ഇവിടെ ചില പ്രത്യേക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലിംഗായത്ത് സമുദായത്തെ കോൺഗ്രസ് കൈവടിഞ്ഞു, അപമാനിച്ചു എന്നൊക്കെയുള്ള, അതായത് പണ്ടൊരിക്കൽ പട്ടേൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജീവ് ഗാന്ധി മാറ്റി, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട്
മാറിയതാണ് ലിംഗായത്ത് സമുദായം. അതുപോലെ യെദ്യൂരപ്പ ലിംഗായത്താണ്. അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ 2008 മുതൽ അദ്ദേഹം ഇവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ OBC-കൾ, ഇവിടുത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങളിലെ ഒരു പ്രത്യേക ഗ്രൂപ്പ്. ഇവിടുത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞാൽ പല ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ലെഫ്റ്റ്, റൈറ്റ് എന്നൊക്കെ പറയും. ഷെഡ്യൂൾഡ് കാസ്റ്റ് ലെഫ്റ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് റൈറ്റ്, അങ്ങനെ 2-3 വിഭാഗങ്ങളുണ്ട്. ഇതിൽ ഒരു പ്രത്യേക വിഭാഗത്തെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ലെഫ്റ്റ് വിഭാഗത്തെ അദ്ദേഹം പ്രത്യേകിച്ചും കൂടെ നിർത്താൻ നോക്കി. OBC-കളിൽ തന്നെ, ഈ OBC-കളിൽ തന്നെ OBC-കൾ, ലെഫ്റ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളിൽ മഠങ്ങൾ സ്ഥാപിക്കാൻ എൻകറേജ് ചെയ്തു. ഈ മഠങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു. ഇങ്ങനെ ചില ഗ്രൂപ്പുകളെ തങ്ങളുടെ BJP-യുടെ കൂടെ കൊണ്ടുവന്നു. അതാണ് ഇവിടുത്തെ BJP-യുടെ ഒരു സോഷ്യൽ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ BJP നോർത്ത് ഇന്ത്യയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴിക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ ആയി, പ്രത്യേകിച്ച് UP-യിലൊക്കെ ആയി എന്ന് പറയും. അത് 2014 ശേഷമാണ് അതുണ്ടായത്. അതിനൊക്കെ എത്രയോ മുമ്പ് യെദ്യൂരപ്പ അതിവിടെ പരീക്ഷിച്ചിരുന്നു. ഇപ്പോൾ അമിത്ഷാ UP ഇലക്ഷൻ്റെ ഇൻചാർജ് ആയിരിക്കുമ്പോഴും അതിനുശേഷം പാർട്ടി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും UP-യിലെ ചില പ്രത്യേക ഗ്രൂപ്പുകളെ, ദളിത് ഗ്രൂപ്പുകളെയും OBC ഗ്രൂപ്പുകളുടെയും BJP-യുടെ കൂടെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് BJP-ക്ക് ഇപ്പോൾ UP-യിലുള്ള അടിത്തറ ഉണ്ടായത് എന്നൊക്കെയുള്ള ഒരു വാദമുണ്ടല്ലോ. അതിന് എത്രയോ മുമ്പ് യെദ്യൂരപ്പ എത്തിയിരുന്നു. ആ ബേസാണ് ഇവിടെ ഉള്ളത്, BJP-ക്ക് ഉള്ളത്. അതുകൊണ്ടൊരു വർഗീയമായ അജണ്ട അത്രയ്ക്ക് BJP-യെ സഹായിക്കില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് അതിനെക്കുറിച്ച് നിശ്ചയം തന്നെയില്ല. കഴിഞ്ഞ ഇലക്ഷനിലെ അസംബ്ലി ഇലക്ഷനിൽ തന്നെ അദ്ദേഹം ഒരു വളരെ വർഗീയമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തി. ഹനുമാൻ്റെ പ്രശ്നം വന്നിരുന്നു. അതുപോലെ പല കാര്യങ്ങളിലും ഈ ഇലക്ഷനിൽ തന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഇതെല്ലാം ഇവിടുത്തെ സമൂഹം ഇതല്ല. കർണാടകത്തിലെ സമൂഹം വർഗീയമായ ഒരു സമൂഹമല്ല, പക്ഷേ ജാതീയ ബേസ്ഡ് ആയിട്ടുള്ള സമൂഹമാണ്. ഈ തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ BJP-ക്ക് ഇവിടെ ഇപ്പോഴുള്ളത്, അതായത് മുമ്പോട്ട് പോകാൻ വിഷമായിരിക്കും. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനേക്കാൾ കൂടുതൽ കിട്ടാനില്ലാത്ത നിലയാണ്. പക്ഷേ അസംബ്ലി ഇലക്ഷനിൽ BJP തോറ്റുപോയതും അതുകൊണ്ടാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടികൾ. മറ്റൊന്ന്, ഈ വർഗീയമാക്കാനായിട്ട്, അതായത് പ്രചരണം മുഴുവൻ വർഗീയമാക്കാനുള്ള ഒരു ശ്രമം. അതിനു മുമ്പുള്ള ബൊമ്മൈ ഗവൺമെൻറ്റും പ്രധാനമന്ത്രിയുടെ പ്രചരണത്തിലും അത് നിന്നു. അത് 2 ജനങ്ങളിൽ ഏശിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷനിലും ആ വർഗീയമായിട്ടുള്ള ഒരു ഔട്ട്റീച്ച് ജനങ്ങളെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ വഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. റൈറ്റ്. പക്ഷെ നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടങ്ങി വെച്ച ഒരു ക്യാമ്പയിനുണ്ട്, തികച്ചും വർഗീയമായ അടിസ്ഥാനമുള്ളൊരു ക്യാമ്പയിൻ. അത് കർണാടകയിൽ വന്നത് അദ്ദേഹം ആവർത്തിക്കുന്ന കാഴ്ചയുണ്ട്. ഇപ്പോൾ ദളിത് OBC വിഭാഗങ്ങളുടെ സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നൊക്കെ പ്രധാനമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ജാതി ഘടകങ്ങളെ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണോ അദ്ദേഹം ഇത് പറയുന്നത്? ഞാൻ പറയുന്നത് അദ്ദേഹം ജാതി ഘടകങ്ങളെ വെച്ചുകൊണ്ട് അദ്ദേഹം വർഗീയമായിട്ടാണ് പറയുന്നത്. അതിനിവിടെ ഒരു അപ്പീൽ ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഓരോ സ്ഥലത്തും ഓരോ പാർട്ടി വളരുന്നത് അവിടുത്തെ സാമൂഹികവും സാംസ്കാരികവുമായ അവസ്ഥയെ മാത്രം വെച്ചുകൊണ്ടാണ്. വെറും രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തും ഒരു പാർട്ടി വളരില്ല. ആ പാർട്ടി അവിടുത്തെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയൺമെൻറ്റിൽ വളരുകയുള്ളൂ. അങ്ങനെ ഒരു എൻവയൺമെൻറ്റ് ഇവിടെ വളരെ വർഗീയമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ഇവിടെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു പക്ഷേ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നിശ്ചയം ഉണ്ടായിട്ടില്ല. അദ്ദേഹം എല്ലായിടത്തും ഏതാണ്ട് ഒരേ തരത്തിലുള്ള വാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയല്ലല്ലോ. ഇലക്ഷനിൽ ഓരോ സ്ഥലത്തും ഇലക്ഷന് ഓരോ ജനങ്ങൾ ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോ രീതിയിലാണ്. അതനുസരിച്ച് ക്യാമ്പയിൻ നടത്തിയാലേ ആ ക്യാമ്പയിൻ അപ്പീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ആർഗ്യുമെൻറ്റ്സ്, പ്രധാനമന്ത്രിയുടെ ഈ വർഗീയമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഇവിടെ അധികം ചിലവാകും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ
ഈ ആർഗ്യുമെൻറ്റ്സിനെയും പ്രധാനമന്ത്രിയെ നമ്മൾ മാറ്റിക്കാണണം. ഇതിൻ്റെ അർത്ഥം മോദിക്ക് ഇവിടെ അപ്പീൽ ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല. മോദിക്ക് ഇപ്പോഴും അപ്പീലുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഉള്ള ഒരു കാരിസ്മയും പോപ്പുലാരിറ്റിയും കർണാടകത്തിൽ നല്ലോണം ഉണ്ട്. മറ്റ് ദക്ഷിണേന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലുള്ളതിനേക്കാളും കൂടുതലുണ്ട്. ഞാൻ പറയുന്നത് മോദി പറയുന്ന കാര്യത്തെയും നന്നായി കാണണം എന്നുള്ളതാണ്. മോദി പറയുന്ന കാര്യങ്ങളെ റിജക്റ്റ് ചെയ്യുമ്പോഴും ഇവിടെയുള്ള വോട്ടർ ചിലപ്പോൾ മോദിക്ക് വോട്ട് ചെയ്തേക്കാം. അതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഇലക്ഷനിൽ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയാവുന്നെങ്കിൽ അതാണ്. റൈറ്റ്, അതിലേക്ക് ഞാൻ വരികയായിരുന്നു. ഇപ്പോൾ 2019 കർണാടകയിൽ നേടിയ വലിയ വിജയം, BJP നേടിയ വലിയ വിജയം, അതിലേറ്റവും കൂടുതൽ ആട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് മോദി ഫാക്ടറിലേക്കാണ്. അന്ന് വലിയ മോദി ഫാക്ടർ ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മോദിയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രചാരണ നായകൻ. ഒരുപക്ഷെ പ്രാദേശിക നേതാക്കളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി അവിടെ വലിയ പ്രചാരണം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ മോദി ഫാക്ടർ തന്നെയാണ് അവർ ഉപയോഗിച്ചത്. പക്ഷെ അത് ഫലം കണ്ടില്ല. മുമ്പത്തെ പോലെ, അതായത് 2019 പോലെ വിൽക്കാൻ പറ്റുന്ന ഒന്നായി മോദി ഫാക്ടർ ഇപ്പോഴും കർണാടകത്തിലുണ്ടോ? ഇല്ല. അത് 2014 കഴിഞ്ഞിട്ട് 2019 പീക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പണ്ടേ പോലെ ഭരിക്കുന്നില്ല, മോദിയുടെ സൗകര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്നൊക്കെ പറയാം. പണ്ട് ഒരു റാലി കൊണ്ട് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മുഴുവൻ എടുക്കാൻ പറ്റുന്ന ആളായിരുന്നു മോദി. ഇപ്പോൾ അത് അത്രയ്ക്ക് ഫലിക്കുന്നില്ല. അത് നമുക്ക് റാലികളിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ റാലികളിൽ തന്നെ പങ്കെടുക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവും. ഈ പങ്കെടുക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പക്ഷേ അവരുടെ മുഖഭാവവും ശരീരഭാഷയും കുറച്ച് വ്യത്യാസമുണ്ട്. അത് മുഴുവൻ ഈശ്വരനെ കാണുന്ന ഒരു മുഖഭാവവും ശരീരഭാഷയും അല്ല. അങ്ങനെ ഒന്നും ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ മോദിയെ ഈശ്വരൻ്റെ നിലയിൽ നിന്ന് താഴെ മനുഷ്യൻ്റെ ലെവലിലേക്ക് ഇറക്കി കാണുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ, അസംബ്ലി ഇലക്ഷനിൽ മോദിയുടെ അപ്പീൽ അത്ര ഫലിച്ചില്ല. ഈ ഇലക്ഷനിലും അത്രയ്ക്ക് ഫലിക്കും. അതിലേക്ക് അസംബ്ലി ഇലക്ഷനേക്കാളും കുറവായിരിക്കും. പക്ഷേ ഇവിടെ പണ്ടേ അതിലേക്ക് ഒരുപക്ഷെ അത് കുറച്ചുകൂടി ക്ലിയർ ആക്കാം എന്ന് തോന്നുന്നു. പക്ഷേ എന്നാൽ തന്നെയും എപ്പോഴും കർണാടകത്തിൽ മോദി ഉള്ളപ്പോഴും മോദി ഇല്ലാത്തപ്പോഴും പാർലമെൻറ്റിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പും അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും രണ്ടായിട്ടാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരുപക്ഷെ കൂടുതൽ നാഷണൽ ഇഷ്യൂസ് ആ രീതിയിൽ മോദിക്ക് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാകാൻ തന്നെ വഴിയുണ്ട്. പക്ഷേ അത് മോദി 2019 അത്രയ്ക്ക് സ്വീകാര്യത ഉള്ളതുകൊണ്ടാവും എന്ന് പറയാൻ വയ്യ. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനല്ല നമ്മൾ ഈ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വോട്ടുകൾക്ക് മുൻതൂക്കം ഉണ്ടാവാനുള്ള വഴി തന്നെ ഉണ്ട്. ഒരുപക്ഷെ നാം ഈ ഇലക്ഷനെ കുറിച്ച് കരുതുമ്പോൾ എനിക്ക് തോന്നുന്നത് 2019 ഇലക്ഷൻ അല്ല, 2014 ഇലക്ഷനാണ് ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കേണ്ടത് എന്ന് തോന്നുന്നു. ആ സമയത്ത് കോൺഗ്രസിന് 9 സീറ്റ് കിട്ടി. ആ സമയത്ത് സിദ്ധരാമയ്യ തന്നെയായിരുന്നു ചീഫ് മിനിസ്റ്റർ. കുറേയൊക്കെ ഇഷ്യൂസും ഏതാണ്ട് അതുപോലെയായിരുന്നു. അതുപോലെയുള്ള ഒരു ഇലക്ടറൽ സീനാണ് ഏതാണ്ട് ഇവിടെ ഈ സമയത്തും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇതോടൊപ്പം ചേർത്ത് നമ്മൾ പറയേണ്ടത് BJPയിലെ വിമത സ്വരങ്ങൾ, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായിരുന്നു. ഇപ്പോൾ ജഗദീഷ് ഷെട്ടാറൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിട്ടുപോയി. പിന്നീട് ഇപ്പോൾ ജഗദീഷ് ഷെട്ടാർ തിരിച്ചെത്തി. പക്ഷേ ഈശ്വരപ്പയെ പോലുള്ളവർ വിമത ശബ്ദം ഉയർത്തുന്നു. സദാനന്ദ ഗൗഡയെ പോലുള്ള പ്രാമുഖ്യം നഷ്ടപ്പെട്ട നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഇതൊരു ഫാക്ടറാണോ BJPക്ക്? ഫാക്ടറാണ്. പല മണ്ഡലങ്ങളിലും ഇതൊരു പക്ഷേ ബാധിക്കുകയും ചെയ്തേക്കാം. ഇപ്പോൾ ശിവമോഗയിൽ എത്രയ്ക്കത് ഈശ്വരപ്പം അവിടെ സാധ്യതയുണ്ടെങ്കിൽ അത്രയ്ക്കത് വിജയേന്ദ്രയുടെ ജയത്തെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങേയറ്റം പോയാൽ ഈശ്വരപ്പയ്ക്ക് ഇത് 1 ലക്ഷത്തിൽ താഴെ വോട്ടേ പിടിക്കാൻ പറ്റുകയുള്ളൂ. അത്
BJP അത്രയ്ക്ക് ബാധിക്കില്ല എന്നൊക്കെയാണ് പൊതുവെ കരുതുന്നത്. പക്ഷേ പലയിടത്തും ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിലും മറ്റു തരത്തിൽ പാർട്ടിക്ക് ഉള്ളിലുള്ള വിഷമങ്ങളുടെ പേരിലും സ്ഥാനാർത്ഥികൾക്ക്, അതായത് BJPക്ക് പാർട്ടി എന്ന പേരിലും സ്ഥാനാർത്ഥികൾക്കും വിഷമം നേരിട്ട് വന്നിട്ടുണ്ട് ഈ ഇലക്ഷനിൽ. ഇത് ഈ ഹാസനിൽ തന്നെ, വീണ്ടും നമ്മൾ ഹാസനിലേക്ക് പോകാം. ഹാസനിൽ തന്നെ BJP പ്രജ്വൽ ദേവണ്ണയ്ക്ക് വേണ്ടിയിട്ട് ശരിയായിട്ട് ശരിക്ക് പ്രചരണത്തിൽ പങ്കെടുത്തിരുന്നില്ല. കാരണം ഒക്കെ അതുപോലെ തന്നെ പല സ്ഥലത്തുമുണ്ട്. BJP പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ, ജാതി പ്രശ്നങ്ങളുടെ പേരിൽ ഇതെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹുബ്ലി മണ്ഡലത്തിൽ പ്രഹ്ലാദ് ജോഷിയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, ബ്രാഹ്മണനാണ്. ഹുബ്ലി ഒരു ലിംഗായത്ത് പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. ആദ്യം ഹുബ്ലി സിറ്റിയും ഹുബ്ലി പാർലമെൻറ്റ് മണ്ഡലവും. അവിടെയുള്ള ലിംഗായത്ത് സ്വാമിമാർ തന്നെ എതിർത്തു ഇദ്ദേഹത്തെ, ജോഷിയെ. ജോഷിയാണ് കഴിഞ്ഞ തവണ ഷട്ടർക്ക് സീറ്റ് നിഷേധിച്ചത് അസംബ്ലി ഇലക്ഷനിൽ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിപ്പോൾ ഈ തവണ തന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ നോമിനേഷൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ഒരു പ്രമുഖമായിട്ടുള്ള ലിംഗായത്ത് മഠത്തിലെ സ്വാമി ജോഷിക്കെതിരായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിന്നീട് അത് പലരുമൊക്കെ ഇടപെട്ട് പിൻവലിച്ചു എന്നാണ്. പക്ഷേ എന്നാൽ തന്നെ അതിനേക്കാൾ ചെറിയൊരു സ്വാമി ഇപ്പോഴും ഇലക്ഷൻ നിൽക്കുന്നുണ്ടെന്നായിരിക്കും, പ്രചരണത്തിനെങ്കിലും നിൽക്കുന്നുണ്ടെന്നായിരിക്കും മനസ്സിലാവും. അപ്പോൾ ആ തരത്തിലുള്ള വിഷമങ്ങൾ പലയിടത്തും BJPക്കുണ്ട്. ലിംഗായത്തുകളുടെ ഇടയ്ക്ക് തന്നെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ലിംഗായത്ത് സമുദായം BJPയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പൊതുവെ പറയാം. പക്ഷേ ഇതിൽ തന്നെ ലിംഗായത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഇതിൽ കുറച്ച് ന്യൂമറസ് ആയിട്ടുള്ള, കുറച്ച് എണ്ണം കൂടുതലുള്ള ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് അല്പം അകൽച്ച BJPയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, അതിൽ വേറൊരു വിഭാഗം, കുറച്ചുകൂടി എണ്ണത്തിൽ കുറവായിട്ടുള്ള വേറൊരു വിഭാഗം, പക്ഷേ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുറച്ച് കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഭാഗം പാർട്ടിയിലെ സ്ഥാനങ്ങളും യെദ്യൂരപ്പയൊക്കെ അതിൽപ്പെടും, പാർട്ടിയുടെ സെക്ടർ ഇവരൊക്കെ അതിൽപ്പെടും. അതുപോലെ പാർട്ടിക്കുള്ള MLA മനുഷ്യ സ്ഥാനങ്ങളും എല്ലാം കൈയടക്കി വയ്ക്കുന്നു എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗത്തിന് അല്പം അകൽച്ച BJPയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്രയ്ക്ക് ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ വേറെ ചില സ്ഥലത്ത്, അതായത് ഇപ്പോൾ ബീഡർ എന്നുള്ള അങ്ങേറ്റത്തെ ഒരു മണ്ഡലമാണ്. അവിടെ മറാത്താസ് BJPയുടെ ഒരു വളരെ അടുത്ത ഒരു വിഭാഗമാണ്. അവർ പണ്ടേ BJPയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഈ മറാഠ കമ്മ്യൂണിറ്റി ഒരല്പം BJPയായിട്ട് അകന്നു തുടങ്ങി എന്നും ഒരു അഭിപ്രായം ഉണ്ട്. ഇപ്പോൾ ഈ ബീഡർ മണ്ഡലത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു, അതായത് BJPക്ക് എതിരായിട്ടൊരു മറാഠ ലീഡർ തന്നെ മത്സരിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ മണ്ഡലങ്ങളിലുള്ള പ്രത്യേക വിഷമങ്ങളാണ്, പ്രത്യേക പ്രശ്നങ്ങളാണ്. അത് പലയിടത്തും പല രീതിയിലും പാർട്ടിയെ ബാധിക്കാവുന്നതുമാണ്. ഇപ്പോൾ ലിംഗായത്തുകളുടെ കാര്യം സൂചിപ്പിച്ചു. ഈ യെദ്യൂരപ്പയ്ക്ക് സ്ഥാനം നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ പ്രാമുഖ്യം നഷ്ടപ്പെട്ടത്, ഇത് ലിംഗായത്ത് വിഭാഗത്തെ BJPയിൽ നിന്ന് അകറ്റി എന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അതിൽ കുറേയൊക്കെ ശരിയുമുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇപ്പോൾ സാവടി, ഷെട്ടാർ, ഇങ്ങനെ പല ലിംഗായത്ത് വിഭാഗത്തിലെയും നേതാക്കൾക്ക് സീറ്റ് നിഷേധിച്ചത് ആ വിഭാഗത്തിൽ നിന്ന് വലിയൊരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള വിലയിരുത്തലുമുണ്ട്. ഇപ്പോൾ ഈ യെദ്യൂരപ്പ തിരിച്ചു വന്നു എന്നുള്ളത് ഈ ലിംഗായത്ത് വിഭാഗത്തെ പൂർണ്ണമായും BJPയിലേക്ക് അടുപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പൂർണ്ണമായിട്ടും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെയും പൊതുവെ BJPക്ക് ലിംഗായത്ത് സമുദായത്തിൻ്റെ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു കിട്ടിയെന്ന് പറയാം. പക്ഷേ അത് ചെറുതായിട്ട് ഇത്തരമുള്ള പ്രശ്നങ്ങൾ, അതായത് ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചില സമുദായങ്ങൾക്ക് BJPക്ക് ഉള്ളിൽ തന്നെയുള്ള ചില സബ് കാസ്റ്റുകൾക്ക് ശരിക്ക് തമാശ എന്താ ശ്രദ്ധിക്കുന്നുണ്ടാവും. പാർട്ടി, മതം, ജാതി, അത് കഴിഞ്ഞിട്ട് സബ് കാസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് രാഷ്ട്രീയം മാറി വരുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ജാതി മാത്രമല്ല, ഉപജാതികൾ, ലിംഗായത്തിന് ഉപജാതികൾക്ക് ചിലർക്ക് താല്പര്യക്കുറവുണ്ട്. അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അവരുടെ ഇടയ്ക്കുള്ള ഉപജാതികൾക്ക്. അപ്പോൾ ഇങ്ങനെ ഈ
രാഷ്ട്രീയമായിട്ടുള്ള പ്രചാരണവും രാഷ്ട്രീയമായിട്ടുള്ള കൺസോളിഡേഷൻ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനവും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംസ്കാരം വളരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെ വീണ്ടും അതിനേക്കുള്ള താഴെയുള്ള ലെവലിലേക്ക് ചെന്ന് വിടും. അങ്ങനെ അതിൻ്റെ ഒരു പാഠം കൂടിയാണ് ഇവിടെ. ഇതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയല്ല. ഇപ്പോൾ പലയിടത്തും യു പിയിലും അതുപോലെ വരുന്നുണ്ട് എന്ന് പറയുന്നു. കാരണം മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള രാഷ്ട്രീയം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനേക്കാളും താഴെയുള്ള ലെവലിലേക്കും കൂടി നമ്മൾ പോകേണ്ടി രാഷ്ട്രീയം കടന്നു ചെല്ലും. അങ്ങനെയുള്ള രീതിയായിരിക്കും രാഷ്ട്രീയത്തിന് ഉണ്ടാവുക എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ഇവിടെ. അത് എത്രയ്ക്ക് പ്രോമിനൻ്റ് ആയിട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ചില സൂചനകൾ ഇപ്പോൾ കർണാടകത്തിൽ തന്നെ കാണുന്നുണ്ട്. അതായത് സബ് കാസ്റ്റുകൾ കാസ്റ്റിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ ആഗ്രഹിക്കുന്നു, കുറച്ചുകൂടി അതിന് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം കുറച്ചുകൂടി എന്തായാലും പറയാം കുറച്ചുകൂടി ചെറിയ ലെവലിലേക്ക് ചെറിയ ലെവലിലേക്ക് ചെല്ലുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാലമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇരിക്കുന്നത് തോന്നുന്നുണ്ട്. റൈറ്റ്. ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഉള്ളൊരു കൗതുകം, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും JDS ആണെങ്കിലും, JDS ഏതാണ്ട് പൂർണ്ണമായും ദേവഗൌഡ ഫാമിലിയാണ് 3 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത്. കോൺഗ്രസിലും BJPയിലും ഒക്കെ ഇത് തന്നെ കാണുന്നുണ്ട്. പ്രധാന പാർട്ടികളിലൊക്കെ കുടുംബവാഴ്ച, നേതാക്കളുടെ മക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ മക്കളോ ബന്ധുക്കളോ ഒക്കെയാണ് മത്സരരംഗത്ത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഈ പാർട്ടികളൊക്കെ പോകുന്നത്? കോൺഗ്രസിന് ഇതേതെങ്കിലും വിധത്തിലൊരു പ്രതികൂല ഘടകമാകാനിടയുണ്ടോ? കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞാൽ 28 സ്ഥലത്ത് സ്ഥാനാർത്ഥികളിൽ 17 പേരും മന്ത്രിമാരുടെ മക്കളോ മരുമക്കളോ മകൾ അതായത് അല്ലെങ്കിൽ ആ തരത്തിൽ ബന്ധപ്പെട്ട മറ്റു രീതികളായ മരുമകനോ ആ തരത്തിലുള്ള സ്ഥാനാർത്ഥികളാണ്. അതിനൊരു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പ്രൊഫഷൻ പൊളിറ്റിക്സ് ഒരു ഫാമിലി പ്രൊഫഷൻ ആയിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ ഓരോ പാർട്ടിയുടെയും കാര്യത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ അതുകൊണ്ടൊരു പ്രത്യേക പ്രശ്നം ഉണ്ടായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മുഴുവൻ മാറ്റണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. മന്ത്രിമാരെ സ്ഥാനാർത്ഥികളാക്കണം, സംസ്ഥാനത്തെ മന്ത്രിമാരെ സ്ഥാനാർത്ഥികളാക്കണം എന്നാണ് ആദ്യം ഒരു അഭിപ്രായം ഉയർന്നു വന്നത്. പക്ഷേ ഒരു മന്ത്രിക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ ജയിക്കുമല്ലോ ആവശ്യം തന്നെ. കാരണം കഴിഞ്ഞ ഇലക്ഷൻ BJP ആണ് ജയിച്ചിരിക്കുന്നത്. ഇതുവരെയും പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷനാണ്. BJPക്കാണ് ജയിക്കാൻ കൂടുതൽ സാധ്യത. അതുകൊണ്ട് മത്സരിച്ച് മന്ത്രിസ്ഥാനം പോവുകയും MP ആവാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആരും മത്സരിച്ചില്ല. അതിന് പകരം മക്കളെയും മരുമക്കളെയും അങ്ങനെയുള്ള ആൾക്കാരെ മുമ്പിലേക്ക് നിർത്തി. അതുകൊണ്ടൊരു അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷന് ധാരാളം ഫണ്ട്സ് വേണം. അത്തരം ഫണ്ട്സ് പെട്ടെന്ന് മൊബിലൈസ് ചെയ്യാൻ ഇതുപോലെ അധികാരമുള്ളവർക്ക് സാധിച്ചു. മറ്റുള്ളവർക്ക് അത്രയ്ക്ക് ഒരുപക്ഷെ ആശ്ചയിക്കില്ല അതൊരു തോന്നൽ ഉണ്ടായിരുന്നു. അതുവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇലക്ഷൻ ക്യാമ്പയിൻ ശരിക്കും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതൊരു ഘടകം, അത്രയ്ക്ക് ശക്തമായൊരു ഘടകമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു ഘടകം തന്നെയാണ്. കോൺഗ്രസിന് പ്രത്യേകിച്ചും റിസോഴ്സസ് ക്രഞ്ച് കുറച്ചുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറയുന്നേ ഉള്ളൂ തോന്നുന്നു. കാരണം കോൺഗ്രസിന് കുറച്ച് റിസോഴ്സസ് ക്രഞ്ച് ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഇവിടേക്കുള്ള റിസോഴ്സസ് പാർട്ടിയുടെ നാഷണൽ ഇലക്ഷൻ ക്യാമ്പയിനെ തന്നെ ഫണ്ട് ചെയ്യാനായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന് വേറെ ഒരിടത്തു നിന്നും ഫണ്ട്സ് കിട്ടുന്നൊരവസ്ഥയില്ല. കർണാടകത്തിൽ മാത്രമേ പ്രധാനമായിട്ട് അധികാരത്തിലുള്ളൂ. ഹിമാചൽപ്രദേശിൽ നിന്നൊന്നും ഫണ്ട്സ് സ്വരൂപിക്കാവുന്ന ഒരു അവസ്ഥയില്ലല്ലോ. ഇപ്പോൾ കർണാടകത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ് ഫണ്ട്സ് സ്വരൂപിക്കാവുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിനെയും ഫൈനാൻസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഫണ്ട്സ് ഉപയോഗിക്കുന്നത് കോൺഗ്രസിന് അല്പം സൂക്ഷിക്കേണ്ടിയിരുന്നു. അതൊരു കാരണം. മറ്റൊന്ന് ഫാമിലി ഒരു ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് ഉള്ളത് ഇവിടെ എല്ലാ പാർട്ടിയിലും വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. BJPയുടെ യെദ്യൂരപ്പയുടെ 2 മക്കളും പാർട്ടിയിൽ പ്രധാന സ്ഥാനങ്ങളിലും MP സ്ഥാനങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. മറ്റെല്ലാ പാർട്ടികൾക്കും BJPയിലെ മറ്റ് നേതാക്കന്മാർക്ക് തന്നെ ഇപ്പോൾ ഈശ്വരപ്പ തന്നെ പ്രധാന പ്രശ്നം തൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുള്ളതായിരുന്നു.
JDS കാര്യം അതൊരു ഫാമിലി പാർട്ടിയാണ്, അതിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ എല്ലാ പാർട്ടികളും ഇത് ഒരേപോലെ തന്നെയാണ്. ഇതിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെക്കാളും മെച്ചമാണ് എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല അത് മാത്രമല്ല ഉള്ള ഒരു കാര്യം പോലെയോ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുമുണ്ട്. റൈറ്റ്. ഇപ്പോൾ തീരകർണാടക കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ഇതൊരു RSSൻ്റെ ഒരു പരീക്ഷണശാലയായിട്ട് കർണാടകയിൽ നമുക്ക് പറയാവുന്ന ഒരു ഏരിയ തീരകർണാടകയുടെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 അവിടെ വോട്ടെടുപ്പ് പൂർത്തിയായി ഏപ്രിൽ 26. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുൻതൂക്കം BJPക്ക് ഉണ്ടായിരുന്നു. അവരൊരു ക്ലീൻ സ്വീപ്പ് ഏതാണ്ട് നടത്തിയതാണ് തീര കർണാടകയിൽ. ഇത്തവണ BJPക്ക് ഒപ്പം നിൽക്കുമോ തീര കർണാടക എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ചോദിക്കാൻ കാര്യം, ചില സമുദായ ഘടകങ്ങളെങ്കിലും ഇക്കുറി BJPക്ക് വിലങ്ങുതടിയായിട്ടുണ്ടോ? ഇപ്പോൾ മംഗലാപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിന് വരുമ്പോൾ അദ്ദേഹം പ്രചാരണം തുടങ്ങുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയിട്ടാണ്. അതൊരു എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ അതിന്? ഒരു കാരണമുണ്ട്. എന്താ വെച്ചാൽ പ്രത്യേകിച്ചും ദക്ഷിണ കന്നഡ അവിടെ BJPയുടെ ലാബറട്ടറിയാണ് എന്നൊക്കെ പറയും, ഹിന്ദുത്വത്തിൻ്റെ ലാബറട്ടറി ഒക്കെ ആണെന്ന് പറയും. പക്ഷേ അവിടെ ഹിന്ദുത്വം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ബ്രാഹ്മിൻസ് ആയിരുന്നു അതിൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ ഓൺ ദ വേ അവിടെ OBC ആയിട്ടുള്ള ചില സമുദായങ്ങൾ, അതായത് ബില്ലവ അല്ലെങ്കിൽ മോഗിവീര ഇങ്ങനെയുള്ള ചില സമുദായങ്ങൾക്ക് കുറച്ച് എൻകറേജ്മെൻറ്റ് കൊടുത്തു, കുറച്ച് പ്രാമുഖ്യം കൊടുത്തു, അവർക്ക് കുറച്ച് പ്രൊമോട്ട് ചെയ്തു. അവരെ കൂടി BJP തങ്ങളുടെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈയിടെയായിട്ട് അതിനൊരു അല്പം ഇളക്കം തട്ടിയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഈ ബില്ലവ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബാക്ക്വേർഡ് ആയിട്ടുള്ള സമുദായമാണ്. ഏതാണ്ട് നമ്മുടെ നാട്ടിലെ എത്തിയ സമുദായമൊക്കെ ആയിട്ട് ഏതാണ്ട് ആ രീതിയിൽ നിൽക്കുന്ന ഒരു സമുദായമാണ്. പ്രധാനമായിട്ടും മംഗലാപുരം ഭാഗങ്ങളിൽ ഉള്ളവരാണ്. ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്നവരുമാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറച്ച് കാലം മുമ്പ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു കോൺട്രവേഴ്സി തന്നെ അവിടെ ഉണ്ടായി. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പാഠം എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ പുസ്തകം അവിടെ. അതൊന്ന്. മറ്റൊന്ന്, കഴിഞ്ഞ വർഷം ആദ്യം, അതായത് അസംബ്ലി ഇലക്ഷന് കുറച്ച് മുമ്പായിട്ട് ഒരു കൊലപാതകം ഉണ്ടായി. ഒരു ബില്ലവ സമുദായത്തിലെ ഒരു ആളിൻ്റെ ഒരു കൊലപാതകം ഉണ്ടായി. അതൊരു വലിയ കോൺട്രവേഴ്സിയാണ്. അതായത് അയാൾ പാർട്ടിയുടെ BJPയുടെ ഒരു ആക്ടിവിസ്റ്റായിരുന്നു. അതൊക്കെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് വേണ്ട പോലെ കഴിഞ്ഞില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായാണ്. ഈ പ്രശ്നങ്ങൾ ഒരുപക്ഷെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കുറച്ച് അവിടെ സ്വാധീനിക്കാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് ഉടുപ്പിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമുദായത്തിൽ ഒരാളെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. എന്നാൽ തന്നെ അവിടെ ഈ അല്പം ഒരു അലിയനേഷൻ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. അത് അവിടെ ഇപ്പോൾ നമ്മൾ ദക്ഷിണ കന്നഡയിലെ കാര്യം പറയുമ്പോൾ അതൊന്നാണ്. പിന്നെ അവിടെ വേറൊരു കൊലപാതകം ഒരിക്കലും സൗജന്യം, അങ്ങനെ 1-2 കൊലപാതകങ്ങളിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ലോക്കലായിട്ട് സ്വാധീനിക്കുന്നതിൻ്റെ സ്വഭാവമുണ്ടല്ലോ. അത്തരം ഘടകങ്ങളിൽ പെട്ടതാണ് ഇത്. അതുപോലെ അവിടെ മറ്റൊന്ന്, SDPI അവിടെ മത്സരിക്കുന്നില്ല. ഇതിനു മുമ്പ് SDPI മത്സരിച്ച് കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകൾ SDPI കൊണ്ടുപോകും. ഇത്തവണ അതുണ്ടാവില്ല. SDPI മത്സരിക്കുന്നില്ല, ആ വോട്ടുകളും കോൺഗ്രസിന് തന്നെ കിട്ടും. ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ കോൺഗ്രസിനെ സഹായിക്കുന്നതായിട്ട് പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ആ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഫലത്തിനെ എത്ര മാത്രം മാറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ വലിയ മജോറിറ്റിയാണ് കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5 ലക്ഷമോ 2 ലക്ഷമോ ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി ഘടകങ്ങൾക്ക് പറ്റുമോ എന്ന് സാധിക്കില്ല. പക്ഷേ BJPക്ക് മുമ്പത്തെക്കാളും കൂടുതൽ ശക്തിയായിട്ടുള്ള ഒരു ഫൈറ്റ് അവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് ഒരു പക്ഷേ കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ. റൈറ്റ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യ സഖ്യം കർണാടകത്തിലില്ല. ഇന്ത്യ സഖ്യം ഇല്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഇല്ലാത്ത BSP അവിടെ 21 സീറ്റിൽ മത്സരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ CPIM ഒരു സീറ്റിൽ മത്സരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോളിംഗ് കഴിഞ്ഞ ചിക്കബല്ലപൂരിലാണ് CPIM മത്സരിക്കുന്നത്. ഈ BSPയുടെ സാന്നിധ്യമോ ചിക്കബല്ലൂരിലെ CPMൻ്റെ സാന്നിധ്യമോ കോൺഗ്രസിൻ്റെ സാധ്യതകളെ ബാധിക്കാനിടയുണ്ടോ? ഇല്ലില്ല, ഒട്ടും ബാധിക്കില്ല.
ഇപ്പോൾ BSP കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നെങ്കിൽ തന്നെയും മിക്കവാറും സ്ഥലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോട്ടയേക്കാളും കുറവായിരുന്നു. ചിക്കബല്ലാപൂരിൽ കഴിഞ്ഞ ഇലക്ഷന് എനിക്ക് തോന്നുന്നത് CPM മത്സരിച്ചു. അവർക്ക് കിട്ടിയത് 15,000 വോട്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള മജോറിറ്റി ഏതാണ്ട് 1.5 ലക്ഷം. അപ്പോൾ ഈ 15,000 അത് തമ്മിലൊരു അതുകൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നതല്ല. CPM-ന് സ്റ്റേറ്റ് മുഴുവൻ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ കണക്ക് നോക്കിയിരുന്നു 0.05% വോട്ടുണ്ട്. എല്ലായിടത്തും നോട്ടേക്കാളും കുറവാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അവിടുത്തെ ഫലത്തിനെ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശക്തി CPM-നില്ല. അത് പലയിടത്തും മത്സരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ ബാഗേപ്പള്ളി എന്ന് പറയുന്ന മത്സരത്തിൽ അസംബ്ലിയിൽ മത്സരിച്ചിരുന്നു. കാരണം ഞങ്ങൾക്ക് കുറച്ച് ബേസ് അവിടെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് CPM-ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നായിരുന്ന കാലത്ത് കുറച്ചൊക്കെ ഒരു സപ്പോർട്ട് കാണാതെ ചില സ്ഥലങ്ങളിലുണ്ടായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൻ്റെ പേരിലാണ് മത്സരം നടത്തുന്നത്. ഇപ്പോൾ CPI കഴിഞ്ഞ ഇലക്ഷൻ അസംബ്ലിയിൽ CPI കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അസംബ്ലി ഇലക്ഷൻ CPM മത്സരിക്കുന്ന മണ്ഡലത്തിൽ 1-2 മണ്ഡലങ്ങളാണ് എൻ്റെ ഓർമ്മ. ആ മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം CPI കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്യുന്നത്. CPM അത് ചെയ്തില്ല എന്നാണ് എൻ്റെ ഓർമ്മ. CPM അങ്ങനെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുക ഉണ്ടായിട്ടില്ല. പക്ഷേ CPI പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ CPM ഇവിടെ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് അവിടുത്തെ ഫലത്തെ ഒട്ടും ബാധിക്കില്ല. ഞാൻ അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ കർണാടകത്തിലെ 2 ഘട്ടമായി നടക്കുന്ന മത്സര രംഗത്ത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയ മോദി ഫാക്ടർ വേഴ്സസ് സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ജനപ്രീതി, അതാണോ കർണാടകത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് രംഗം? അവർക്ക് അങ്ങോട്ട് പറയാമോ എന്നുള്ളത് എനിക്ക് അതിൻ്റെ ഇഷ്ടമില്ല. കാരണം നമ്മുടെ ഒന്നിനെതിരായിട്ട് മറ്റേതെന്ന് പറയുമ്പോൾ രണ്ടിനും ഏതാണ്ട് ഒരേപോലെ ശക്തിയാണ് കൊടുക്കുന്നത് എന്ന് പറയണമല്ലോ. പക്ഷേ അതെനിക്ക് അത്രയ്ക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇപ്പോൾ ഈ 2 ഘടകങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മോദി ഫാക്ടറാണ്. അത് കഴിഞ്ഞിട്ട് സിദ്ധരാമയ്യ ഫാക്ടർ കൂടിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തമ്മിലുള്ള ബന്ധം എത്രയ്ക്ക് ഉണ്ട്, എത്രയ്ക്ക് മോദി ഫാക്ടർ എത്രയ്ക്ക് സിദ്ധരാമയ്യ ഫാക്ടറിനേക്കാളും മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് ആകെ പറയാവുന്നൊരു കാര്യമാണ് സിദ്ധരാമയ്യ ഫാക്ടർ മുമ്പത്തെ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോളിസികളും അത് ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള വ്യാരടി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഇത് ഇലക്ഷനെ സ്വാധീനിക്കുന്നത് മുമ്പത്തെക്കാളും കൂടുതൽ എന്ന് നമുക്ക് പറയാം. അത് ഇലക്ഷനെ പ്രത്യേക രീതിയിൽ സ്വാധീനിക്കും. മോദി ഫാക്ടർ മുമ്പത്തെ അത്ര ഹരിക്കില്ല, അത് കുറച്ച് താഴെയായിരിക്കും. പക്ഷേ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കും, മറ്റേതിനേക്കാളും എത്ര കൂടുതൽ വലുതാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ അങ്ങനെ അത്രയ്ക്ക് നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കൂടി പറയാവുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ 2 ഫാക്ടേഴ്സ് നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ് 2019 അതിനുണ്ടായിരുന്ന സ്ഥാനത്തെക്കാളും മുമ്പോട്ട് പോകും, സംശയമില്ല. BJP അതിന് ഉണ്ടായിരുന്ന അവസ്ഥയെക്കാളും താഴേക്ക് പോവുകയുള്ളൂ, അതിനും സംശയമില്ല. ഈ 2 കാര്യത്തിലും നമുക്ക് സംശയമില്ല. ഇത് BJP എത്രയ്ക്ക് താഴെ വരും, കോൺഗ്രസ് എത്ര മുമ്പോട്ട് പോകും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ ഒട്ടും പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് 2014 ഇലക്ഷനിൽ കൂട്ടാം. കോൺഗ്രസിന് 9 സീറ്റ് കിട്ടിയിരുന്നത്, അതിൻ്റെ എത്രയ്ക്ക് അടുത്ത് വരും, അത്ര വരുമോ, അതിൻ്റെ മുമ്പിൽ പോകുമോ എന്നുള്ളത് നമുക്ക് പറയാം. ആ ബെഞ്ച് മാർക്കിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ആവാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒന്നൊന്നുമല്ല, ഒന്നിനേക്കാളും എത്രയോ മുകളിലേക്ക് കോൺഗ്രസിൻ്റെ സീറ്റുകൾ മുമ്പോട്ട്. കർണാടകത്തിലെ മത്സര ചിത്രം ഇന്ത്യ വേഴ്സസ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവുമായി വീണ്ടും കാണാം.